നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചതുമായി ബന്ധപ്പെട്ട കട്ടോയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ 18ഓളം ഇന്ത്യക്കാർ മരിച്ചു എന്ന വാർത്ത അത് ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുമ്പോൾ ഇന്ത്യൻ എംബസി അധികൃതർ ഇപ്പോൾ സുഡാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, അവരെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനുള്ള സന്നാഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മലയാളികൾ ആരും തന്നെ മരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ഹോസ്പിറ്റലിലെ അധികൃതർ അവരുടെ ചികിത്സാ സഹായങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ഫാക്ടറിയുടെ ഉള്ളിൽ 200ഓളം ആളുകൾ സ്ഫോടനം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 22 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് ടാങ്ക് പൊട്ടിത്തെറിച്ചായിരുന്നു മരണം ഉണ്ടായത്. ടാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെയും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ അന്നൊന്നും ആളപായം ഉണ്ടായിരുന്നില്ല. 200ഓളം പേർ ആണ് ഫാക്ടറിക്ക് അകത്തുണ്ടായിരുന്നത്. അവർ എവിടെയൊക്കെ എത്തി? അവർക്ക് ആരെങ്കിലും ജീവനോടെ തിരികെ വന്നിട്ടുണ്ടോ? അവരിൽ എത്ര പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന വാർത്തയൊന്നും ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും 22ഓളം പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 130ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത. മാത്രമല്ല, ഇവരെ എല്ലാം തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. സിറാമിക് ഫാക്ടറി, കാർട്ടോയിലെ സിറാമിക് ഫാക്ടറിയാണ്, സുഡാന്റെ തലസ്ഥാനത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ നിർണായകമായ കാര്യം എന്ന് പറയുന്നത്. ഉത്തര കാർത്തോം ഭാഗത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ടാങ്കർ എങ്ങനെയാണ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചത് എന്ന വാർത്ത ഇപ്പോഴും വ്യക്തമല്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഉത്തരഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതിദാരുണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബഹാരി ആശുപത്രിയാണ് ഇപ്പോൾ അവർക്ക് വലിയ ചികിത്സാ സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കാനുള്ള നിർണായകമായ നീക്കങ്ങൾ വന്നിരിക്കുന്നത്. പല ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ബഹാരി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. മരണസംഖ്യ കുറയ്ക്കാൻ അല്ലെങ്കിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഒട്ടനവധി ആളുകൾ, ഏകദേശം 45% വരെ ശരീരത്തിൽ പൊള്ളലേറ്റ ആളുകൾ അവിടെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതിൽ കുറെ പേർ ഇപ്പോഴും അതിജീവിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ 204ഓളം പേർ, അതാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതിൽ 30ഓളം പേരെ കാണാനില്ല എന്ന കൂടി വാർത്ത വരികയാണ്. അങ്ങേറ്റം ദാരുണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ മേഖല കൂടിയാണ് സുഡാന്റെ ഈ തലസ്ഥാനം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന സംഭവം അതിദാരുണം തന്നെയാണ്. ഇപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് ബഹാരി ആശുപത്രിയിലേക്ക് ജനങ്ങളോട് രക്തം ദാനം ചെയ്യാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഒട്ടനവധി ആളുകൾക്ക് പൊള്ളലേറ്റിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 200ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന അനൌദ്യോഗിക റിപ്പോർട്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി വ്യക്തമായ നിർദ്ദേശങ്ങൾ തിരക്കിയിരിക്കുന്നു. മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കും. ഒപ്പം ഇനി ഇന്ത്യക്കാർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന വാർത്ത കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഫാക്ടറിയിൽ ഏകദേശം 40ഓളം പേർ ജോലി ചെയ്തിരുന്നു എന്ന ഔദ്യോഗികമായ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ 18ഓളം പേർ മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. അതിൽ ബാക്കിയുള്ളവർ എവിടെ? കുറെ പേരെ കാണാതായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. 30ഓളം പേർ അവരെ കാണാതായിരിക്കുന്നു എന്ന് പറയുന്നു. അനാസ്ഥ മൂലം തന്നെയാണ് ഗ്യാസ് ടാങ്ക് ഇവിടെ പൊട്ടിത്തെറിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത്. മാനുഫാക്ചറിംഗ് യൂണിറ്റിനോട് അടുത്തായിരുന്നു ഈ സംഭവം നടന്നത് എന്നാണ് പറയുന്നത്. തുടക്കം മുതൽ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന സംഭവം തന്നെയാണ്. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിലും ഓൺലൈനിലും ഒക്കെ ഇപ്പോൾ രക്തം ദാനം ചെയ്യണം, അടിയന്തരമായിട്ട് രക്തം വേണം എന്നുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. O പോസിറ്റീവ്, O നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകൾ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളുടെ ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ എംബസി വ്യക്തമായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.